കേരള ബ്ലാസ്റ്റേഴ്സ് 150 കോടിയിൽ നിന്ന് 100 കോടിയിലേക്ക് ചുരുക്കി എന്നുള്ള വാർത്തകൾ കേട്ടോ. പുതിയ ഓണേഴ്സ് വന്നു എന്നുള്ള വാർത്ത കേട്ടോ. പുതിയ ആൾക്കാർ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടോ. പുതിയ താരങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്ത കേട്ടോ. എന്നാൽ പല വാർത്തകളും വ്യാജമാണ് എന്നുള്ളതാണ്. ഇതിനൊന്നും യഥാർത്ഥത്തിലൊരു സോഴ്സ് ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ട് 150 കോടി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ടാണ് ടീമിന് വില പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത്ര വില ഈ ഒരു ടീമിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ആരാധകർക്ക് മൊത്തമായിട്ടും അറിയാവുന്നതാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ടീമിനെ ഏറ്റെടുക്കാൻ വരുന്ന ആൾക്കാർ വളരെ ചുരുങ്ങിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. 70 മുതൽ 90 കോടി വരെയാണ് നെഗോഷിയേഷൻ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ എമൗണ്ട് എന്നൊക്കെ പറയുന്ന പല വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈവൻ എക്സിലായാലും പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള സോഴ്സ് ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇനി എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദിച്ചാണ് അല്ലേ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വക്കിലുള്ളത് ആകെ ഒരൊറ്റ വിദേശ താരമാണ്, അത് നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂണയാണ്. ഇത്ര നേരമായിട്ട് നമ്മുടെ ടീമിനോട് വിട പറയാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കെവിൻ യോക്കെ അല്ലെങ്കിൽ ബെർത്താമിയോ പോലെയുള്ള ഒരുപാട് താരങ്ങൾ നമ്മളെ ടീമിനോട് ഓൾറെഡി വിട പറഞ്ഞു പോയി. മലയാളി താരങ്ങൾ സഹീഫിനെ പോലെയുള്ള താരങ്ങൾ ചെന്നൈയിലേക്ക് പോയി. പല ഇന്ത്യൻ താരങ്ങളും അല്ലെങ്കിൽ പല വിദേശ താരങ്ങളും പല പല ക്ലബ്ബുകളിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം സെപ്റ്റംബർ 4 കൂടി തുടങ്ങാനിരിക്കുന്ന ISL ഇനി വെറും ദിവസങ്ങൾ മാത്രമേ കയ്യിലെണ്ണപ്പെടാവുന്നുള്ളൂ. കാരണം ഇനി എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും തികച്ചില്ല. അപ്പോൾ ഈ ഒരു മാസം പോലും തികച്ചില്ലാത്തൊരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രാൻസ്ഫർ വിൻഡോ പൂട്ടാനായിട്ട് നേരായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കാത്തിരിക്കണം എന്നൊരു തരത്തിലേക്കാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചത്തോളം ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കേണ്ടി വരും. പുതിയൊരു ടീമിനെയും പുതിയൊരു മാനേജ്മെൻറ്റിനെയും നമുക്ക് കിട്ടാനായിട്ട്. എന്തായാലും ഈ ഒരു മാഗ്നം ഇവിടുന്ന് ഔട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പരിതാപകരമായിട്ടുള്ളൊരു വാർത്തയിലേക്ക് പോകാം. ഈ അടുത്തായിട്ട് ജംഷഡ്പൂർ FC എന്ന് പറയുന്ന ടീം ഈ ഒരു ISL കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരുടെ മാനേജ്മെൻറ്റിന് ISL കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, അവർ കളിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതൊക്കെ. ടാറ്റ ഗ്രൂപ്പാണ് തോന്നുന്നു ജംഷഡ്പൂരിൻ്റെ കൊമ്പത്തിരിക്കുന്ന ടീം. ഇന്ത്യൻ ഫുട്ബോളിനൊരു അവസാനാന്ത്യം കാണപ്പെടുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് നമ്മൾ പരക്കുന്നത്. അപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ബ്രസീൽ ടീമിനെയൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ടീമാളനെ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ജംഷഡ്പൂർ FCയിലെ ഓരോ ഇന്ത്യൻ താരങ്ങളൊക്കെ ഇരുന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ തിരിച്ചു വിളിക്കണം, ഇന്ത്യൻ ഫുട്ബോളിനെ നിങ്ങൾ കരകയറ്റണം എന്ന് പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. വളരെ പരിതാപകരമായിട്ടുള്ള നിമിഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഡൂറൻഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കളിച്ചു കഴിഞ്ഞാൽ ഇനി ജംഷഡ്പൂർ എന്ത് ചെയ്യൂല, ISLലേക്ക് ഉണ്ടാകില്ല എന്നുള്ള വാർത്ത ഒഫീഷ്യലി ക്ലബ്ബ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് താരങ്ങൾക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡ്യൂ ആണ്. അത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീട്ടുമെന്നുള്ള കാര്യങ്ങളാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ തരത്തിലേക്ക് വരുമ്പോൾ പുതിയ താരങ്ങളെ സൈൻ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം പുതിയൊരു മാനേജ്മെൻറ്റോ ഒരു അഡ്മിന് പോലും ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഈ ടീം ഇനി പൊടി തട്ടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ എക്സിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തള്ളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം അതിനൊന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സുകൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ MA യൂസഫലിൻ്റെ മരുമകൻ ഈ ടീമിനെ ഏറ്റെടുക്കാൻ വരുന്നു എന്നുള്ളൊരു ന്യൂസ്. ഓൾറെഡി ഞാനും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ന്യൂസ് കണ്ടു. അതിനോടനുബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. ആകെ മൂഞ്ചി അതില്ലാത്തതാണ് എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങളോട് പറയേണ്ടത്. VPS ഹെൽത്ത് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബിസിനസ് പാർട്ണർഷിപ്പ് എന്തായിട്ടില്ല, ഇതിനായിട്ട് ഒരുങ്ങി തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരാഴ്ച കൂടെ നീണ്ടു നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാൻസുകൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെഗോഷിയേഷൻ ചെയ്തിട്ട് 90 മുതൽ 70 വരെ കോടിയാക്കി ടീമിൻ്റെ വില എന്നൊക്കെ പറയുന്നത് കേട്ടു. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മഞ്ചേരിയിലേക്ക് ടീമിൻ്റെ എന്താ പറയുക ഹോം സ്റ്റേഡിയം മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ കേട്ടു. അങ്ങനെയും ഉണ്ടാവാൻ സാധ്യത. കാരണം മാനേജ്മെൻറ്റ് വേണ്ട, എന്നാലല്ലേ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ടീമിന് ഒരു ഗ്രൗണ്ടോ ട്രെയിനിങ് ഫെസിലിറ്റി ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും വളരെ വലിയ രീതിക്കുള്ള വ്യാജ വാർത്തകളിൽ പെടുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിലുണ്ടാവും. അതിലേക്കും